എന്താണ് ഈ പാകിസ്ഥാനി ഫുഡ്, എന്തുകൊണ്ടാണ് ഇവർ ഇത് ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതാണ് കോയിൻസിഡൻസ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ആദ്യം വന്ന് ഇറങ്ങിയപ്പോ ഒരു റെസ്റ്റോറന്റ് നമ്മൾ പാകിസ്ഥാൻ റെസ്റ്റോറന്റ് ആണെന്നൊക്കെ പറഞ്ഞില്ലേ, ആ റെസ്റ്റോറന്റ് ആണ് നമ്മളിപ്പോ പോകുന്നത്. അവിടെയാണ് പോകുന്നത്. ഒന്നുകൂടെ കുളിച്ചിട്ട് നമ്മളിപ്പോ വന്നതേ ഉള്ളൂ. തോർത്തൊക്കെ കൊണ്ട് തോർത്തോട് വെച്ചിട്ടുണ്ട്. തോർത്തി നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. പണി വാങ്ങിച്ചു കൂട്ടാൻ റെഡി ആയിരിക്കുകയാണ്. നമ്മള് കൊച്ചിലെ ഈ കളിക്ക് പോയിട്ട് മറ്റേ ഇലയൊക്കെ പറിച്ച് തിന്നുമല്ലോ, അതുപോലെ ഇന്നലെ ഒരു മന്തി കഴിച്ച്, ആ മന്തിയുടെ ഒരു ഇല അറബികള് ഫേമസ് ആയിട്ട് കഴിക്കണ ആ ഇലയെന്ന് പറഞ്ഞ എന്റെ ജീവിതത്തിൽ ഛർദ്ദിക്കാൻ വന്നു സത്യം പറഞ്ഞാൽ. അങ്ങനത്തെ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഇല കൊള്ളാം കേട്ടോ, ഈ ഇല കൊള്ളാം. മന്തിയിലോട്ടുള്ള ഇല പറഞ്ഞ അറബികളുടെ ഫേവറേറ്റ് സാധനമാണ്. ഗൈസ് ഫുഡ് എല്ലാം വന്നു. ഇതാണ് നമ്മുടെ ഒരു മിക്സ്ഡ് പ്ലാറ്റർ. ഇത് ചിക്കൻ കബാബ്, മട്ടൻ കബാബ്. ഇത് ചിക്കൻ ഷാഹി കുർമ. കുർമ. ഓക്കെ. ബ്രെഡ് ഇതൊരു ബ്രെഡ്, അവരുടെ പാകിസ്ഥാനി ബ്രെഡാണ്, തന്തൂരി ബ്രെഡാണ്. പിന്നെ കുറച്ച് ദാലിന്റെ കറി ഇട്ടിട്ടുണ്ട്. പിന്നെ ദഹി തൈര്, ഇതാണ് അവരുടെ ദഹി. പിന്നെ ഇത് കഴിച്ചു നോക്കാം. ഓക്കെ. ആദ്യം ദാലിന് കോമ്പിനേഷൻ. നോർമലാണോ? നമ്മളോട് ഗ്രേവി കിട്ടുമ്പോലെ അല്ല, ദാലിന്റെ ടേസ്റ്റ് ദാലിന്റെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? നമ്മൾ അവിടുത്തെ ദാൽ പോലെ തന്നെയാണോ? നമ്മളവിടെ ദാൽ പോലെ തന്നെയാണ്. ഭയങ്കര കംഫർട്ട് ഫുഡ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇതെന്താറിയാമോ? ഇൻവെസ്റ്റ്മെന്റ് അത് കൊമന്ന് ഒരു പരിവാകുമ്പോ എടുക്കും. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ദഹി നോർമൽ അല്ലേ? ഇതൊക്കെ നമ്മളവിടെ കിട്ടുമ്പോൾ ഭക്ഷണത്തിന് ടേസ്റ്റ് ഒന്നായിരിക്കുമല്ലോ. ഇതൊരു ഇൻവെസ്റ്റ് ചെയ്യാം. ഇത് ഇൻവെസ്റ്റ്മെന്റ്. ഇനി നമുക്ക് ഇതുമായിട്ടൊന്ന് കഴിച്ചു നോക്കാം. ഓക്കെ. ഇതെന്താണ്? ചിക്കൻ ഷാഹി കുർമ. അതൊക്കെ വയ്ക്കണേ. എങ്ങനെയുണ്ട്? നമ്മൾ കഴിക്കുമ്പോലല്ല, പിന്നെ വേറെ കുറെ ഇലകള് നമുക്ക് അറിഞ്ഞിടത്ത് കുറച്ച് ഇലകള് ഇതിൽ മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. നല്ല ഡിഫറൻസ് അല്ലേ? നല്ല ഡിഫറൻസ് ഉണ്ട്. നമ്മളവിടെ കിട്ടും പോലെ അല്ല, അതിന്റെ ഒരു ഫ്ലേവർ തന്നെ വേറൊരു രീതിയിലാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. വേറൊരു ഫ്ലേവർ അതിൽ പറഞ്ഞുണ്ട്. എന്ത് ഫ്ലേവറാണ്? ഒരു ഇലയുടെ ഫ്ലേവർ. യമനി മന്തിയിലൂടെ കഴിച്ചെന്നുണ്ടോ? ആ ഇലയുടെ ഫ്ലേവർ. സ്പൈസി അല്ല, മൈൽഡ്. നമ്മൾ കാശ്മീരിൽ നിന്ന് കഴിച്ച ആ ഫ്ലേവർ ആണോ? അല്ലല്ല, കാശ്മീരി നമ്മുടെയാണ്, മനസ്സിലായ. ഇതിൽ വേറെ കുറെ സാധനങ്ങൾ ചേർത്തിട്ടുണ്ട്. സ്പൈസി ഒന്നും അല്ല, വെരി ഗുഡ് ടേസ്റ്റിയാണ്. എനിക്കൊന്ന് ഇല ഇട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഓക്കെ, നമുക്ക് കബാബ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബ്രെഡ് വെരി ഗുഡ് ബ്രെഡ്. അതുപോലെ തന്തൂരി ആണെങ്കിലും അകം നല്ല ഫ്ലഫിയാണ്, നല്ല ഫ്ലഫിയാണ്. പണ്ട് തൊട്ടേ ഉള്ള വർഷങ്ങളായിട്ടുള്ള ഒരു പാകിസ്ഥാൻ റെസ്റ്റോറന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് എടുത്ത് കഴിച്ചു. ദാലിലിട്ട ഇൻവെസ്റ്റ്മെന്റ് ആണ് അത്. കൊള്ളാമോ? ദാല് നമ്മളെ പോലെ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ദാലും ദഹിയും നമ്മുടെ അവിടെ പോലെ അല്ലേ? എങ്ങനെയുണ്ട്? വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്ത് ട്രൈ ചെയ്യാൻ പോകുന്നത് കബാബാണ്. കബാബ്സ് എങ്ങനെയുണ്ട് അൽജു? സൂപ്പർ, ഒരു രക്ഷയില്ല കബാബ്. കിടിലൻ കബാബ്, ഒരു അടിപൊളി ടെക്സ്ചറാണ്. ഇവിടെ എല്ലാം അകത്ത് കുറച്ച് ഹോൾ, കുറച്ച് അകത്തെ കുറച്ച് ഓട്ടയാണ്. സ്ക്വയർ വെച്ച ഭാഗം നല്ല സ്പൈസിയാണ് കേട്ടോ. നല്ല സ്പൈസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. മറ്റേ മുളകൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. വറ്റൽമുളക് വേറെ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. വെരി ഗുഡ്. നമ്മൾ അവിടെ നിന്ന് കഴിക്കുന്ന കബാബ് അല്ല ഈ കബാബ്, നമ്മുടെ ഇന്ത്യൻ ഇത് വേറെ ടേസ്റ്റാണ്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടോ? അടിപൊളിയാണ്. വെരി ഗുഡ്. കബാബ് ഇസ് വെരി ഗുഡ് ആണല്ലേ? ഇനി ചിക്കൻ ടേസ്റ്റ് ചെയ്ത് നോക്കൂ.
ഇതാണ് അവരുടെ മെയിൻ സാധനങ്ങളായിട്ടോ എന്താ കഴിക്കാൻ പറ്റിയ കബാബും ഇതൊക്കെ. പിന്നെ ഈ മട്ടൻ പായയൊക്കെ കിട്ടും. അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്യാത്ത അങ്ങനത്തെ കുറെ ഇവരുടെ ഒത്തന്റിക് സാധനങ്ങളുണ്ട്. മനസ്സിലായി, നമ്മുടെ ബോട്ടി കറി എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് വേറെ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതൊന്നും ഓർഡർ ചെയ്യാത്തത്. എനിക്ക് ചിക്കൻ കബാബൊക്കെ നോർമൽ ആയിരിക്കും, ചിക്കൻ നോർമൽ ആയിരിക്കും, ചിക്കൻ കഴിച്ചോളാം. പക്ഷേ ടെക്സ്ചറൊക്കെ വേറെയാണ് കേട്ടോ. ഒരു നമ്മൾ സാധാരണ ചിക്കനോ മട്ടനോ പിടിക്കുമ്പോഴല്ല ഇതില്. ഇതിന്റെ വേറൊരു ഹാർഡാണോ? ഹാർഡെന്ന് പറയാൻ പറ്റില്ല, എന്തോ ഒരു കോട്ടിങ് അതിന്റെ പുറത്തുള്ളത് പോലെ. മനസ്സിലായല്ലേ? നോർമലാണോ? അല്ല അല്ല, എനിക്ക് തന്നെ ഇവർ യൂസ് ചെയ്യുന്ന സ്പൈസസ് വേറെ ആയിരിക്കും. ഇതെല്ലാം സ്പൈസസ് അല്ല, ഇതിൽ വേറെ എന്തോ ഒരു കോട്ടിങ് ഇതിന്റെ പുറത്തുണ്ട്. അത് എന്തോ ഒരു കോട്ടിങ് ഉണ്ട്, പക്ഷെ ഈ കോട്ടിങ് ഉള്ളതായിട്ട് തോന്നത്തുമില്ല. എന്താണെന്ന് പറഞ്ഞോ, എന്തൊരു കോട്ടിങ് ഉണ്ട്, പക്ഷെ കോട്ടിങ് ഉള്ളതായിട്ട് തോന്നത്തുമില്ല. അങ്ങനെ എന്റെ പ്രത്യേകത. വെരി ടേസ്റ്റി. ഇത് കൊള്ളാം. ഇത് മസ്റ്റേ ആണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിഞ്ഞൂടാ. ഇത് കംഫർട്ട് ഫുഡാണ്. ഇത് രണ്ടും ഇതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പാണ്. നീ ഒന്ന് കഴിച്ചു നോക്ക്.